ഞാൻ സംഘടിപ്പിച്ച ഒരു ഹിന്ദു മുസ്ലിം ബഹളം. ഈ വർഗീയ കലാപങ്ങൾക്കൊക്കെ എന്താണ് കാരണം? വലിയ കാരണങ്ങൾ ഒന്നും കാണുകില്ല. രണ്ടു കാളകൾ തമ്മിൽ കുത്തുപിടിക്കുന്നു. ഒന്നൊരു ഹിന്ദു കാള, മറ്റേത് മുസ്ലിം കാള. ഈ കുത്തുപിടിച്ച വാർത്ത പത്രങ്ങളിൽ വരുന്നു. അത് വായിച്ചു. 10-200 മൈൽ അകലെയുള്ള മുസ്ലിം കാളകളും ഹിന്ദു കാളകളും കുത്തുപിടിക്കുന്നു. ഇങ്ങനെ ആയിരിക്കും വർഗീയ കലാപങ്ങളുടെ പോക്ക്. ഇതുപോലെയാണ് ഞാൻ നടത്തിയ ഹിന്ദു മുസ്ലിം ബഹളം. ഞങ്ങൾ താമസിച്ചിരുന്ന ചെറിയ വീടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് തട്ടുംപുറമുണ്ടായിരുന്നു. തട്ടുംപുറത്ത് ഭരണികൾ, പാത്രങ്ങൾ, പൊതുമ്പുകൾ, ചിരട്ട, തേങ്ങ, എലികൾ എന്നിത്യാദി. തട്ടുംപുറത്തു കയറാൻ ചെറിയൊരു മുളങ്കോണി. പല കാരണങ്ങൾക്കും ഞാൻ ഈ തട്ടുംപുറത്തു കയറി ഒളിച്ചിരുന്നിട്ടുണ്ട്. ഒരു പുതിയ വലിയ വീടിന്റെ കാര്യം ബാപ്പായുടെ പ്ലാനിലുണ്ടായിരുന്നു. ഉമ്മയും ഉമ്മായുടെ സെക്രട്ടറിയും ഞങ്ങളുടെ അരിവെപ്പുകാരിയുമായ ശ്രീമതി നങ്ങേലിയും കൂടി പുതിയ വീടിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. ഈ നങ്ങേലിയുടെ മുല ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് ഒരു ഇതിഹാസമുണ്ട്. പക്ഷെ ഞാൻ കുടിച്ചു കാണുകില്ല. എന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ നങ്ങേലിയുടെ മുലകളിൽ പാലുണ്ടായിരുന്നില്ല. അത് ഒഴിഞ്ഞു ചുളുങ്ങി വെളുത്തു 2 സഞ്ചി പോലെ കിടക്കുകയായിരുന്നു. നങ്ങേലിയുടെ മകൻ കൃഷ്ണൻകുട്ടി എന്റെ ബാപ്പായുടെ സെക്രട്ടറിയും നടത്തിപ്പുകാരനുമായിരുന്നു. നത്തുദാമു എന്നു പേരായി നങ്ങേലിയുടെ മകന് ഒരു മകനുണ്ട്. അവന് വട്ടക്കണ്ണാണ്. ആ ദ്രോഹിക്ക് നത്തുദാമു എന്ന് പേരിട്ടത് ഞാനാണ്. എന്റെ സഹപാഠിയാണ് അവൻ. മിക്ക ദിവസവും അവൻ എന്റെ വീട്ടിൽ വരും. വീട്ടിൽ നിന്ന് ഊണ് കഴിക്കും, ചായ കുടിക്കും. അവന് വലിയ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾ കുട്ടികൾ ഒരുമിച്ച് നദിയിൽ കുളിക്കുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴോ ഞാൻ വല്ല വികൃതിയും കാണിച്ചാൽ നത്തുദാമു വീട്ടിൽ വന്ന് പറഞ്ഞ് ബാപ്പായെ കൊണ്ടോ ഉമ്മായെ കൊണ്ടോ എന്നെ അടികൊള്ളിക്കും. സ്കൂളിൽ പോകുമ്പോൾ മഴ വന്നാൽ അവൻ എന്റെ കുടക്കീഴിൽ നിൽക്കും. അവൻ ആകെ കൂടി എന്റെ രക്ഷാകർത്താവ് എന്ന മട്ടിലാണ്. വഴിക്കുള്ള മാവുകളിൽ വലിഞ്ഞു കയറി മാങ്ങാ പറിക്കാനോ വഴിക്കു കാണുന്ന പട്ടിയെ കല്ലെടുത്തെറിയാനോ അവൻ സമ്മതിക്കില്ല. ഞാൻ വീട്ടിൽ ചെന്ന് പറയും. അതാണ് അവന്റെ ആയുധം. ഈ കാലത്താണ് 10-100 മൈൽ ദൂരത്തെവിടെയോ ഹിന്ദു മുസ്ലിം കലാപം നടന്നതായി കേട്ടത്. അപ്പോൾ എനിക്കും ഒരു ഹിന്ദു മുസ്ലിം ബഹളം സംഘടിപ്പിക്കണമെന്ന മോഹം തോന്നി. എന്റെ കൈക്ക് നല്ല മുച്ചുണ്ട്. ഞാൻ ദമ്മു പിടിച്ചു നോക്കി. കൊള്ളാം. തുടക്കമായി ഒരു ഹിന്ദുവിനെ ഇടിക്കുക. ന്യായമായ ഈ ആവശ്യവുമായി ഞാൻ പുറത്തേക്കിറങ്ങി. റോഡിൽ കണ്ടതൊക്കെ തടിയന്മാരായ ഹിന്ദുക്കളെയാണ്. അന്ന് എനിക്ക് 10-12 വയസ്സ് കാണും. തല മൊട്ടയടിച്ച ഒറ്റമുണ്ടുമായി നടക്കുന്നു. കാലുകളിൽ തണ്ടയുണ്ട്. വളച്ചിട്ടിരിക്കുന്ന തടിയനായ വെള്ളിവളകൾ. ഞാൻ അങ്ങനെ മൂച്ചു പിടിച്ച് നടക്കുമ്പോൾ പോകുന്നു നത്തുദാമു. അവൻ തലയിൽ വലിയ ഒരു കൊട്ട കമഴ്ത്തിയിട്ട് കൊണ്ട് ചന്തയിൽ നിന്ന് എന്തോ സാമാനം വാങ്ങിക്കൊണ്ടുവരാൻ പോകുകയാണ്. ഞാൻ തിക്കും പൊക്കും നോക്കി. വേറെ ആരുമില്ല. ഏക ഹിന്ദു. ഞാൻ പതുക്കെ ചെന്നു കൊടുത്തു ഒരിടി. കൊണ്ടതെവിടെയാണെന്നറിഞ്ഞില്ല. കൈ നൊന്തു. ഞാൻ ഇടിച്ച ഉടനെ നത്തുദാമു തിരിഞ്ഞിട്ട് ഭയങ്കര ഉച്ചത്തിൽ അയ്യോ കൊല്ലുന്നേ. ഞാൻ ഓടി. അന്നു ഞാൻ ഭയങ്കര ഓട്ടക്കാരനാണ്. നത്തുദാമു പിടിച്ചോ പിടിച്ചോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ പിറകെ. ഞാൻ ഓടി ഓടി ഞങ്ങളുടെ പറമ്പിൽ കടന്നാരും കാണാതെ വീട്ടിൽ തട്ടുംപുറത്ത് കയറി ഒളിച്ചു. 1/2 മിനിറ്റ് കഴിഞ്ഞില്ല വീട്ടിൽ ബഹളം. നത്തുദാമുവിനെ ഞാൻ ഇടിച്ച് പഞ്ചറാക്കിയ വിവരം ഉമ്മ അറിഞ്ഞു. ഉമ്മായുടെ ഇളയ അനുജത്തി കൊച്ചളയമ്മ അറിഞ്ഞു. നങ്ങേലി അറിഞ്ഞു. ഉമ്മ ചോദിച്ചു, എന്നിട്ട് അവൻ എവിടെ? ഇങ്ങോട്ട് ഓടിപ്പോന്നു. എല്ലാവരും കൂടി പറമ്പിലും വീട്ടിലും നോക്കി. അപ്പോൾ ദ്രോഹി നത്തുദാമു പറഞ്ഞു, മച്ചുംപുറത്ത് കാണും. അതു കേട്ട ഉടനെ ഞാൻ കോവണി പൊക്കിയെടുത്ത് തട്ടുംപുറത്ത് വെച്ചു. ഉമ്മ, മച്ചുംപുറത്തുണ്ട്, ഓടിവാ. പരമദ്രോഹി എന്റെ ഉമ്മയെ ഞാൻ വിളിക്കുന്നത് പോലെ ഉമ്മ എന്നു തന്നെയാണ് വിളിക്കുന്നത്. നങ്ങേലിയെ അമ്മ എന്നും. ഉമ്മായും കൊച്ചളയമ്മയും നങ്ങേലിയും നത്തുദാമുവും പുരയ്ക്കകത്ത് താഴത്ത്. നീ എന്തിനാണ് ദാമുവിനെ ഇടിച്ചു കൊല്ലാറാക്കിയത്? ഉമ്മായുടെ ചോദ്യം. അവനെ ഇടിച്ചു കൊല്ലാറാക്കിയെന്ന് ഞാൻ പറഞ്ഞു. അധികം ഇടിച്ചില്ല.
അധികം ഇടിച്ചില്ലേ? നത്തുദാമുവിന്റെ വക. ഷോ, എന്റെ കൊച്ചിനെ ഇടിച്ചു കൊന്നു കളഞ്ഞില്ലേ? നങ്ങേലിയുടെ വക. എടാ, ഇവനെ നീ എന്തിനാടാ ഇടിച്ചത്? ഞാൻ ഉള്ള നേരങ്ങ് പറഞ്ഞു. ഹിന്ദു മുസ്ലിം ബഹളം. 10-200 മൈൽ ദൂരത്ത് ഒരിടത്ത് ഹിന്ദു മുസ്ലിം ബഹളം നടക്കുന്നില്ലേ? ഉമ്മ നങ്ങേലിയെ ഇടിക്കണം, ബാപ്പ കൃഷ്ണൻകുട്ടിയെയും. ഇതാണ് ന്യായം. എന്നിട്ട് ഉമ്മായുടെ വക ആജ്ഞ, നീ ആ കോവണി വെച്ച് ഇറങ്ങി വന്നേ. അടിക്കാനല്ലേ? ഞാൻ ഇവിടെ ഇരുന്ന് മരിക്കും. അപ്പോൾ പരമദ്രോഹി നത്തുദാമു അഭിപ്രായപ്പെട്ടു, പുകയിടാം. ഉമ്മായും നങ്ങേലിയും കൊച്ചളയമ്മയും കൂടി ഉണക്കപ്പൊതിമടലും ചപ്പും ചവറും കൂടി ഒരു മൺപാത്രത്തിൽ ഇട്ട് കത്തിച്ച് പുക വെച്ചു. മുറം കൊണ്ടു പരമദ്രോഹി നത്തുദാമു വീശി പുക മുഴുവനും മച്ചും പുറത്താക്കി. കണ്ണുകൾ നീറിപ്പുകഞ്ഞ് ചുമച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, തല്ലാതിരിക്കാമെങ്കിൽ ഇറങ്ങി വരാം. ഉമ്മ പറഞ്ഞു, വേണ്ട, നീ അവിടെ തന്നെ ഇരുന്നോ. ഞാൻ കോവണി വെച്ച് താഴെ ഇറങ്ങി. ഉമ്മ എന്നെ പിടിച്ചു കൊണ്ടുപോയി അടയ്ക്കാമരത്തിൽ കെട്ടി. കാലിലെ തണ്ട അകത്തി കാലുകൾ രണ്ടും കൊളുത്തിയിട്ടു. തുണി അഴിച്ചെടുത്തു. എന്നിട്ട് ഒരു കുലഞ്ഞീൻ കൊണ്ട് എന്നെ അച്ചാലും മുച്ചാലും അടിച്ചു. തുടകളിലും പുറത്തും എല്ലായിടവും പൊട്ടി ചോരയൊലിച്ചു. നങ്ങേലി ഇടപെട്ട് എന്നെ അഴിച്ചു കൊണ്ടുപോയി ദേഹമാസകലം എണ്ണ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു. ഇതാണ് ഞാൻ സംഘടിപ്പിച്ച വിജയകരമായ ഹിന്ദു മുസ്ലിം ബഹളം. ഞാൻ ഓർക്കുന്നു, ദ്രോഹി നത്തുദാമു എന്നെ വെറുതെ വിട്ടില്ല. എന്തിനും ബാപ്പാട് പറഞ്ഞു കൊടുക്കും എന്നാണല്ലോ അവന്റെ ഭീഷണി. പലഹാരങ്ങൾ, ഇറച്ചി പൊരിച്ചത്, പെൻസിൽ, പഴം ഒക്കെ എന്നോട് അവൻ വാങ്ങും. പ്രായമായിട്ടും എന്നെ വിട്ടില്ല. ഒടുവിൽ എന്റെ കൊച്ചു പിച്ചാത്തി വാങ്ങിയിട്ട് അവൻ പറഞ്ഞു, അന്നടിച്ചത് ദേഹത്ത് കൊണ്ടില്ല, കൊട്ടയ്ക്കാണ് കൊണ്ടത്. പരമദ്രോഹി! കൊട്ടയിൽ ഇടിച്ചതിനാണ് ഉമ്മ എന്നെ പിടിച്ചുകെട്ടി അടിച്ചു പൊളിച്ചത്. വിവരം നങ്ങേലി അറിഞ്ഞാൽ, ഉമ്മ അറിഞ്ഞാൽ. ഈ ഉമ്മയെ പറ്റിയാണ് അമ്മ എന്ന പേരിൽ ഞാൻ കഥ എഴുതിയിട്ടുള്ളത്. ഞാൻ ജയിലിൽ കിടന്ന കാലത്ത് രാത്രികളിലെല്ലാം അവർ ചോറും വെച്ച് എന്നെ കാത്തിരിക്കുമായിരുന്നു. അത്യാധുനിക ചിത്രകലയെപ്പറ്റി എന്താണ് അഭിപ്രായം? BM ഗഫൂർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചിത്രകലയെപ്പറ്റി തന്നെ എനിക്ക് പിടിപാടൊന്നുമില്ല. പിന്നല്ലേ അത്യാധുനിക ചിത്രകല? നമ്മുടെ സുപ്രസിദ്ധ ചിത്രകാരനായ KCS പണിക്കരുണ്ടല്ലോ. പണ്ട് അദ്ദേഹം എന്നെ ചിത്രകല ആസ്വദിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. മദ്രാസിൽ വെച്ചാണ് 2-3 മണിക്കൂർ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട്. വർത്തമാനത്തിനിടയ്ക്ക് അത്യാധുനിക ചിത്രകാരന്മാരുടെ കുലഗുരുവായ പിക്കാസോയെ പറ്റി പറഞ്ഞു. പിക്കാസോയുടെ കുത്തിവരകൾ വെറും കിറുക്കുകളാണ്. എങ്കിലും പിക്കാസോയുടെ ചിത്രങ്ങൾ കൊണ്ട് പിക്കാസോ കോടീശ്വരനും ലോകപ്രസിദ്ധനും അത്യാധുനികന്മാരുടെ കുലഗുരുവുമായി ഈയിടെ എവിടെയോ പിക്കാസോ തന്നെ പറഞ്ഞതായി വായിച്ചു. ഞാൻ ഇതുവരെ ലോകത്തെ കബളിപ്പിക്കുകയായിരുന്നു. പിക്കാസോ പറയുകയാണ്, ഞാൻ കുത്തിവരച്ചത് ലക്ഷക്കണക്കിന് പണം തന്നു വാങ്ങിച്ച് അമൂല്യനിധി പോലെ സൂക്ഷിക്കാൻ ലോകത്തിൽ മണ്ടന്മാരുണ്ടായത് എന്റെ കുറ്റമാണോ? യഥാർത്ഥത്തിൽ മൈക്കൽ ആഞ്ചലോ, ഡാവിഞ്ചി മുതലായവരെ പോലെ ഞാനൊരു ചിത്രകാരനേ അല്ല. അത് പിക്കാസോ. IV ശശി വീറോടെ പറഞ്ഞു. മദ്യപിച്ച് ലക്കും ലഗാനും ഇല്ലാതിരുന്ന സമയത്ത് പറഞ്ഞതാണ്. ഞാനതറിഞ്ഞില്ല. ഈ മദ്യപാനമുണ്ടല്ലോ ബഷീറേ, KK അമു ചോദിച്ചു. അത് സംബന്ധമായി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇസ്ലാം മദ്യപാനം പണ്ടേ നിരോധിച്ചിട്ടുണ്ട്. എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാണ്. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യരിൽ ഭൂരിപക്ഷവും മദ്യപിക്കുന്നുണ്ട്, ശ്രീധരൻ പറഞ്ഞു. അതുവെച്ച് നോക്കുമ്പോൾ ഇസ്ലാം മതത്തിന്റെ ഉപദേശം കൊണ്ട് എന്ത് ഫലം? ഖുറാന്റെയും മുഹമ്മദ് നബിയുടെയും ഉപദേശം അനുസരിക്കുന്നില്ലെന്ന് മാത്രമേയുള്ളൂ. മദ്യപിക്കുന്നവരാരും തന്നെ മദ്യപാനം ഒരു നല്ല സ്വഭാവമാണെന്ന് പറയുകയില്ല. തെറ്റായ ഒരു വഴക്കം, അത് തുടരുന്നു. തെറ്റായ വഴക്കം എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യം തുറക്കുന്ന വാതിൽ തിന്മയിലേക്കുള്ളതാണ്, നാശത്തിലേക്ക്.
ചിത്രകലയെയും ചിത്രകാരന്മാരെയും പറ്റി ബഷീറിന് അവജ്ഞ തോന്നാൻ കാരണമെന്ത്? BM ഗഫൂർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെയും തോക്കിനുള്ളിൽ കയറി തന്നെ വെടിവെക്കുകയാണ്. ചിത്രകലയെയും ചിത്രകാരന്മാരെയും പറ്റി എനിക്ക് അവജ്ഞയാണെന്ന് ആര് പറഞ്ഞു? ചിത്രകാരന്മാരെ എനിക്ക് ബഹുമാനമാണ്. ചിത്രകാരന്മാരും ചിത്രകലയും ചില മതങ്ങളുടെ പ്രചാരത്തിനും നിലനിൽപ്പിനും വളരെ സഹായിച്ചിട്ടുണ്ട്. ക്രിസ്തുമതം, ഹിന്ദുമതം മുതലായവ. അത്യാധുനിക സാഹിത്യത്തെപ്പറ്റി എന്തു പറയുന്നു? ഹക്കീമാണ്. അത്യാധുനിക ചെറുകഥകളെയും നോവലുകളെയും ബഷീർ ആക്ഷേപിക്കാൻ കാരണമെന്ത്? ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ചെറുകഥകളിലും നോവലുകളിലും കവിതയിലും ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മനുഷ്യർ നടത്തും. അതിൽ ആക്ഷേപകരമായി ഒന്നുമില്ല. പക്ഷെ അനാരോഗ്യകരങ്ങളായ ആശയങ്ങൾ. മോഹഭംഗം? ഹക്കീം ചോദിച്ചു. മനുഷ്യർക്ക് മോഹഭംഗമില്ലേ? ധാരാളം. മാനവരാശിക്ക് മാത്രമല്ല, എപ്പേർപ്പെട്ട ജീവജാലങ്ങൾക്കും ഉണ്ടായിരിക്കണം മോഹഭംഗം. മോഹഭംഗം അത്യാധുനികമൊന്നുമല്ല. ജീവരാശികളുടെ തുടക്കത്തിലേ തന്നെ ഉണ്ടായിരിക്കുമല്ലോ. അനേക കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തവളയ്ക്കു പണ്ടു മുതൽക്കേ ആനയെ വിഴുങ്ങാൻ സാധിച്ചിട്ടില്ല. ന്യായമായും തവളകൾക്ക് ഇപ്പോഴും മോഹഭംഗം ഉണ്ടായിരിക്കേയില്ലേ? മനുഷ്യർക്കുമുണ്ട്. മോഹങ്ങൾ അടക്കാനും പണ്ടു മുതൽക്കേ മനുഷ്യരെ ഉപദേശിച്ചിട്ടുണ്ട്. മോഹങ്ങൾ അരുത്. യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായ കുറെ സാഹിത്യകാരന്മാർക്ക് മോഹഭംഗമുണ്ടായി. കാരണം യഹൂദമതത്തിലും ക്രിസ്തുമതത്തിലുമുള്ള അവരുടെ വിശ്വാസം പാടെ നശിച്ചു. മാനസിക മണ്ഡലം ശൂന്യമായി. അവർക്ക് തോന്നി, ഞാൻ ആര്? എങ്ങോട്ടു പോകുന്നു? എന്തിനുണ്ടായി? ജനനം, മരണം, ഇതിന്റെ അർത്ഥമെന്ത്? ഈ ചോദ്യങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു സമാധാനം അവർക്ക് കിട്ടിയില്ല. ഹിന്ദുമതം, ഇസ്ലാം മതം എന്നിതുകളിൽ സമാധാനമുണ്ടോ എന്നവർ നോക്കിയോ? എന്തോ അനാരോഗ്യകരമായ അവരുടെ നിഴലിൽ കുറെ പുത്തൻ യുവാക്കൾ സ്വന്തമായി ഒന്നും ചിന്തിക്കാതെ അണിനിരക്കുന്നു. അവർക്ക് പുതുതായി ഒന്നും പറയാനില്ല. ആർത്തവരക്തം, കഞ്ചാവ്, അവീൻ, മദ്യം, ചരസ്, ഭാങ്ക്, ഹഷീഷ്, LSD, ഏഞ്ചൽ ഡസ്റ്റ്, ആത്മഹത്യ എന്നിതുകളെപ്പറ്റി പാടുന്നു, കഥകൾ എഴുതുന്നു. നല്ല കാര്യമാണ്. കുറെ പേർ നശിക്കുന്നത് കൊള്ളാം. ജനപ്പെരുപ്പം തടയാം. പല്ലു തേക്കാതെ, കുളിക്കാതെ, മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകാതെ, കൃതാവും മുടിയും നീട്ടി, ആരോടും ഒന്നിനോടും ഉത്തരവാദിത്വമില്ലാതെ മയക്കുമരുന്നുകളിലും മദ്യത്തിലും മുഴുകി ഫ്രീ ലവ് എന്നും പറഞ്ഞ് നാറ്റം പിടിച്ച് ഈ തലമുറയിലെ കുറെ പേർ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയാണോ അത്യാധുനിക സാഹിത്യം? മുഹമ്മദ് നബിയുടെ ചിത്രം വല്ലവരും വരച്ചിട്ടുണ്ടോ? കുറഞ്ഞൊരു നിശബ്ദതയ്ക്കു ശേഷം ശശി ചോദിച്ചു. ഈശ്വരന്റെ അവതാരമാണോ നബിയായ മുഹമ്മദ്?